ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുഎഫ ചാമ്പ്യൻസ് ലീഗിന്റെ രണ്ടാം പാദ സെമിഫൈനലിൽ നടക്കും. ആദ്യ പാദത്തിൽ ഇന്റർ മിലാനും ബാഴ്സലോണയും 3-3 ഡ്രോയിൽ പോയിരുന്നു. രണ്ടാം പാദം വിജയിച്ചുകൊണ്ട് ഫൈനലിലേക്ക് മുന്നേറുവാനായിരിക്കും ഇരു ടീമുകളും ഇറങ്ങുക. ഇപ്പോഴത്തെ മത്സരത്തിന് മുന്നോടിയായി നടത്തിയ പ്രസ് മീറ്റിൽ ബാഴ്സയുടെ കോച്ചായ ഹാൻസി ഫ്ലിക്ക് ചില കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. ഒട്ടും എളുപ്പമായിരിക്കില്ല എന്നത്തെ മത്സരം എന്നാണ് ഫ്ലിക്ക് പറയുന്നത്. ഒട്ടും എളുപ്പമായിരിക്കില്ല ഇന്റർ മിലാനെതിരായിട്ടുള്ള മത്സരം. അവർ ഒരു മികച്ച ടീമാണ് എന്നാണ് ഫ്ലിക്ക് പറയുന്നത്. അവരുടെ ഡിഫൻസ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ്. അവരുടെ മിഡ്ഫീൽഡ് എന്ന് പറയുന്നത് അത്രയും ഡോമിനേറ്റ് ചെയ്യുന്നൊരു ടീമാണ് എന്നാണ് പറയുന്നത്. ആ ഒരു ടീം പെട്ടെന്ന് മത്സരത്തിലേക്ക് അഡാപ്റ്റ് ആവുന്നൊരു ടീമാണ് എന്നാണ് ഫ്ലിക്ക് പറയുന്നത്. ഞങ്ങളും അതേപോലെ തന്നെയാണ്. ഞങ്ങളും പെട്ടെന്ന് മത്സരത്തിലേക്ക് അഡാപ്റ്റ് ആവുന്നൊരു ടീമാണ് എന്നാണ് ഫ്ലിക്ക് പറയുന്നത്. താൻ തൻ്റെ പ്ലേയേഴ്സിനോട് മിഡ്ഫീൽഡിലും ഫൈനൽ തേർഡിലും ശ്രദ്ധിച്ച് കളിക്കുക, അവിടെ ഡോമിനേറ്റ് ചെയ്ത് കളിക്കുക എന്നാണ് താൻ ഉപദേശം നൽകിയിട്ടുള്ളത് എന്നാണ് ഫ്ലിക്ക് പറയുന്നത്. പിന്നീട് ഫ്ലിക്കിനോട് ചോദിക്കുകയാണ് ഇന്നത്തെ മത്സരത്തിന് മുന്നോടിയായി തൻ്റെ പ്ലേയേഴ്സിന് എന്ത് മെസ്സേജാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ള ചോദ്യത്തിന് ഫ്ലിക്ക് പറയുകയാണ് താൻ തൻ്റെ പ്ലേയേഴ്സിന് ഒരു തരത്തിലുള്ള പ്രഷർ കൊടുക്കാൻ തയ്യാറല്ല. പ്ലേയേഴ്സിനോട് ഫ്രീ ആയി കളിക്കുക, മുന്നേറുക, ബോൾ പൊസിഷൻ വെച്ച് കളിക്കുക, മത്സരം വിജയിച്ചു കയറുക എന്നാണ് താൻ ഉപദേശം കൊടുത്തിട്ടുള്ളതെന്നാണ് ഫ്ലിക്ക് പറയുന്നത്.